വെൽക്കം ബാക്ക് ഗൈസ്. അപ്പൊ ഇന്ന് നമ്മളൊരു വെറൈറ്റി ഡ്രിങ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചൂടൊക്കെയല്ലേ, അപ്പൊ ശരീരം തണുക്കാനും മനസ്സിന് ഉന്മേഷം ഉണ്ടാകാനും പറ്റിയൊരു ഡ്രിങ്ക് ആണ്, അതും വാട്ടർമെലൺ വെച്ച്. അപ്പൊ എന്താണെന്ന് നമുക്ക് അങ്ങോട്ട് നോക്കിയാലോ. ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആദ്യമേ ഒരു അരമുറി തേങ്ങയുടെ പാലെടുക്കാം. കട്ടിപ്പാല് വേണം എടുക്കാൻ, അതിനാണ് രുചി കൂടുതൽ. തേങ്ങ ചെറുതായി അരച്ചതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം കൂടി ചേർക്കാം. അപ്പോൾ നമുക്ക് നന്നായി ഉള്ള പാൽ ലഭിക്കും. പാൽ അരിച്ചെടുക്കാം. ഞാൻ അരിച്ചത് കുറച്ച് കൂടുതലായി പോയി, അത്രയും വേണ്ട കേട്ടോ. ചവ്വരി നികക്ക് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വെക്കാം. ചവ്വരി 2-3 വട്ടം കഴുകിയതിനു ശേഷം വേണം കുതിർക്കാൻ. പിന്നീട് 2 ടേബിൾ സ്പൂൺ ചിയാ സീഡ് ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലിൽ കുതിർക്കാം. ആവശ്യമെങ്കിൽ തേങ്ങാപ്പാൽ വീണ്ടും ചേർക്കാം. കുതിർത്ത ചവ്വരി 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് വേവിക്കാം. ഞാൻ 1.5 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ആണ് വേവിക്കുന്നത്. 3/4 വേവാകുമ്പോൾ അരമണിക്കൂർ കൂടി അടച്ചു വെക്കാം. 2 കപ്പ് വാട്ടർമെലൺ എടുത്തിട്ടുണ്ട്, അത് നന്നായിട്ട് അരിച്ചെടുക്കാം. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കില്ല, അത് രുചിയെ ബാധിക്കും. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കാം. 3/4 കപ്പ് തേങ്ങാപ്പാല്, 1 ടീസ്പൂൺ വാനില എസൻസ് ആവശ്യമെങ്കിൽ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടി ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. 1/4 കപ്പ് വെള്ളത്തിൽ 3 ടേബിൾ സ്പൂൺ ജെലറ്റിൻ ചേർത്ത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വാട്ടർമെലൺ ജ്യൂസും കൂടി ചേർത്ത് മോൾഡിലേക്ക് മാറ്റുക. ഇതേപോലെ പച്ച കളറും ചേർത്ത് ഉണ്ടാക്കി അത് മറ്റൊരു മോൾഡിലേക്ക് മാറ്റാം. ശേഷം ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം, സെറ്റ് ആകുവാൻ വേണ്ടി. ഇനി ചവ്വരി നന്നായിട്ട് കഴുകിയെടുക്കാം. ചവ്വരി, ചിയാ സീഡ്, വാട്ടർമെലൺ ജ്യൂസ് എന്നിവ ഫ്രിഡ്ജിലേക്ക് മാറ്റി തണുപ്പിക്കാം. ഇനി നമുക്ക് ലെയർ ചെയ്താലോ. ഒരു ഗ്ലാസ്സിലേക്ക് ചവ്വരി, ചിയാ സീഡ്, വാട്ടർമെലൺ പീസസ് എന്നിവയും ജെല്ലിയും ചേർത്ത് ജ്യൂസും ഒഴിച്ച് എടുക്കുക. ഇനി ഐസ് ക്യൂബ്സും ചേർത്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.